മേളിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ടോ ഞാൻ എഴുന്നേറ്റതേ. ചെന്ന് നോക്കിയപ്പോൾ ആമി. ഞാൻ എഴുന്നേക്കാത്താൻ എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചതാണ്. രാവിലെ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തല്ലിക്കൂട്ടാനുള്ള ധൃതിയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് നാളായി വണ്ടിയൊക്കെ എടുത്തിട്ട്, എന്നാൽ ഇന്ന് വണ്ടിയൊക്കെ എടുത്തൊന്ന് പുറത്തു പോകാമെന്നൊക്കെ കരുതി കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് എനിക്കിന്ന് പൊതിച്ചോറ് തന്നെ കഴിച്ചേ മതിയാകത്തുള്ളൂ. രാവിലെ ഞാൻ പോയപ്പോഴേ പൊതിയെല്ലാം റെഡി ആക്കിയിട്ടാണ് പോയത്. ഈ വട്ടം വന്ന ഉടനെ ലൈബ്രറിയിൽ പോയി കുറച്ച് ബുക്ക് എടുത്തിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞാണ് ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ബുക്കൊക്കെ ആവശ്യത്തിനുള്ളത് കളക്ട് ചെയ്ത് നേരെ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നിങ്ങൾ അങ്ങോട്ട് മാറും, ഞാൻ കുറച്ച് ബുക്കൊക്കെ ഒന്ന് എടുക്കട്ടെ എന്ന് കരുതി ആമിയുടെ കിട്ടിയ ബുക്ക് കളക്ട് ചെയ്ത് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് ഇഞ്ഞു പോകുന്നേ. വേറെങ്കിലും കയറാൻ സമയമില്ലായിരുന്നു. വീട്ടിൽ വന്ന് ഈ പൊതിച്ചോറ് കണ്ടപ്പോഴേ എൻ്റെ വയറ് നിറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഈ പോകുന്നത് എങ്ങോട്ടാന്നല്ലേ, ചാമ്പങ്ങ പറിക്കാനേ. ഒത്തിരി നാളുകൾക്ക് ശേഷം ഈ ചാമ്പയ്ക്കൊന്നും കൈ കിട്ടുന്നത്. ഇങ്ങനത്തെ സാധനത്തിന് എനിക്ക് വലിയ പ്രിയമില്ലാത്തത് കൊണ്ടും ഞാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഞാൻ എന്ന് ഷുഗർ ഡയറ്റ് എടുക്കണമെന്ന് വിചാരിക്കുന്നു അന്ന് വീട് നിറച്ചും സ്വീറ്റ്സ് ആയിരിക്കുവേ. ക്രിസ്മസിന്റെ ലീവിന് ശേഷം നാളെ തിരിച്ചു പോവാണേ ജിൻഡുവേ. അതിന്റെ കുറച്ച് ധൃതിയിലാണേ. കഴിഞ്ഞ വീഡിയോയിലെല്ലാം ശബ്ദത്തെ സ്നേഹിച്ച എല്ലാവർക്കും നന്ദി. പനിയുടെ ബുദ്ധിമുട്ട് കാരണം സൗണ്ടിന് നല്ല വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയാം. പനി ആയതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ കഞ്ഞിയാണ്. എനിക്ക് പനിയായാൽ ഈ കഞ്ഞി കുടിക്കുന്ന അവളും, അവക്ക് പനിയായാൽ ആ കഞ്ഞി കുടിക്കുന്നത് ഞാനുമായിരിക്കുവേ. എന്തൊക്കെ പറഞ്ഞാലും ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആകെ ഒരു വിഷമം. എന്നാൽ ഇനി നിങ്ങളുടെ കാര്യമൊക്കെ നടക്കട്ടെ കേട്ടോ. നാളെ കാണാമേ.